പരിശുദ്ധ അമ്മയുടെ ജനനത്തെ പറ്റിയുള്ള ദൈവിക ഇടപെടലുകളെ പറ്റി പാരമ്പര്യങ്ങൾ എടുത്തു പറഞ്ഞു. വാർദ്ധക്യത്തിലായിട്ടും മക്കളില്ലാതിരുന്ന ജോവാക്കിമിനും അന്നയ്ക്കും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തിന്റെ ജനനത്തെക്കുറിച്ചും കുട്ടിക്ക് നൽകേണ്ട പേരിനെ കുറിച്ചും അവർ എങ്ങനെയുള്ളവളായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. മാതാവിന്റെ ജനന തിരുനാൾ ആരംഭിക്കുന്നത് 1007 മിലാൻ എന്ന നഗരത്തിലാണ്. ആ വർഷത്തിലാണ് സാന്താ മരിയ ഫ്ലുക്കോറീന എന്ന ദേവാലയം പരിശുദ്ധ അമ്മയുടെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെടുന്നത്. 1251 4-ാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ ദേവാലയത്തെ കത്തീഡ്രൽ പദവിയിലേക്ക് ഉയർത്തി. സെപ്റ്റംബർ 1 മുതൽ 8 വരെ മാതാവിന്റെ ജനന തിരുനാളിന് ഒരുക്കമായി 8 നോമ്പ് ആചരിക്കുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദിതനായി. നിർബന്ധിത മതമാറ്റം സാധാരണമായി. പുരുഷന്മാരെയും കൊന്നൊടുക്കിയ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ വിശ്വാസികൾ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങൾ ഒന്നിച്ചു ചേർത്തു. തങ്ങളുടെ മാനം സംരക്ഷിക്കപ്പെടുവാനും തലമുറകൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദേവാലയത്തിനുള്ളിൽ മാതാവിന്റെ മാധ്യസ്ഥം തേടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂറിൽ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി. ഈ മാതൃകാ ഭക്തിയാണ് 8 നോമ്പിന്റെ ആരംഭം. മാതാവിന്റെ ജനന തിരുനാൾ സഭയിൽ ബാലികാ ദിനമായും ആചരിക്കുകയാണല്ലോ. പെൺമക്കളുടെ സംരക്ഷണത്തിനും നമ്മുടെ കർത്തവ്യവും കാവ്യമാണെന്ന ബോധം ഓരോ മാതാപിതാക്കളെയും സമൂഹവും ഉൾക്കൊള്ളണം. മാതാവിനെ പോലെ നാളെയും വരദാനങ്ങളായി മാറട്ടെ ഓരോ പെൺകുഞ്ഞും. അവരെ ബഹുമാനത്തോടെ കാണുവാനും അവർ നാടിനും കുടുംബത്തിനും അഭിമാനമായി മാറട്ടെ എന്ന് നമുക്ക് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കാം. സുഹൃത ജപം. നിർമ്മല ജാതിയായ അമ്മേ, നിർമ്മലരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇൻട്രഡക്ഷനിൽ നമ്മൾ കേട്ടതുപോലെ ജോവാക്കിമിൻ്റെയും അന്നയുടെയും വാർദ്ധക്യത്തിൽ അവരുടെ വിശുദ്ധ ജീവിതത്തിന് ദൈവം കൊടുത്ത സമ്മാനമായി പരിശുദ്ധ അമ്മ പിറന്നതിൻ്റെ ഓർമ്മയാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുക. ഈ തിരുനാളിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഉണ്ണി മരിയയോടുള്ള ഭക്തിക്ക് സഭയിൽ വലിയ പ്രാധാന്യമുണ്ട്. മരിയ ബമ്പീന എന്ന് അറിയപ്പെടുന്ന ഉണ്ണിമരിയയുടെ ഒരു രൂപം നിങ്ങൾ പലയിടങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രധാന ഘട്ടമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം. കാരണം യേശുക്രിസ്തു മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഉദിച്ച സൂര്യനായിരുന്നെങ്കിൽ ആ സൂര്യൻ്റെ വരവ് ഓർമ്മിപ്പിച്ചുകൊണ്ട് കിഴക്ക് ദിക്കിൽ പ്രത്യക്ഷപ്പെട്ട പ്രഭാത നക്ഷത്രമായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് യേശുവിൻ്റെ ജനന തിരുനാളാണെങ്കിൽ മേരിമസ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ അതേ പ്രാധാന്യം തന്നെ കൽപ്പിച്ചുകൊണ്ട് സഭ ആഘോഷിക്കുകയാണ്. ഈ അമ്മയുടെ തിരുനാൾ ദിവസം മതബോധന വിഭാഗം ബാലികാ ദിനം കൂടിയായിട്ട് ആചരിക്കുക. പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ നിർമ്മലരായി ജീവിക്കുവാൻ ദൈവം അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇന്നേ ദിവസം കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് മേരി നാമധാരികളായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഏറെ ദൈവാനുഗ്രഹം പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചുകൊണ്ട് 8 നോമ്പിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണത്തിൽ നിൽക്കുമ്പോൾ അമ്മ വഴി ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.